ഡൊണേഷൻ ഗിഫ്റ്റ് രൂപത്തിൽ ഒരു വ്യക്തിയിൽ നിന്നോ സ്ഥാപനത്തിൽ നിന്നോ അല്ലെങ്കിൽ കമ്പനിയിൽ നിന്നോ ലഭിച്ച തുകയാണ് ഡൊണേഷൻ. ഒരു വ്യക്തിയിൽ നിന്നോ സ്ഥാപനത്തിൽ നിന്നോ അല്ലെങ്കിൽ കമ്പനിയിൽ നിന്നോ ഗിഫ്റ്റ് വഴി ലഭിക്കുന്ന തുകയ്ക്ക് പറയുന്ന പേരാണ് ഡൊണേഷൻ. ഡൊണേഷനെ നമ്മൾക്ക് രണ്ടായി തരംതിരിക്കാം: സ്പെസിഫിക് ഡൊണേഷൻ, അതുപോലെ ജനറൽ ഡൊണേഷൻ. എന്താണ് സ്പെസിഫിക് ഡൊണേഷൻ? ഏതെങ്കിലും പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി ആണ് ഡൊണേഷൻ എങ്കിൽ ആ ഡൊണേഷനെയാണ് നമ്മൾ സ്പെസിഫിക് ഡൊണേഷൻ എന്ന് പറയുന്നത്. എന്താണ്? ഇഫ് ദ ഡൊണേഷൻസ് ആർ ഫോർ എനി സ്പെഷ്യൽ പർപ്പസസ് ഇറ്റ് ഈസ് കാൾഡ് സ്പെസിഫിക് ഡൊണേഷൻ. അപ്പോൾ ചില പ്രത്യേക ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയാണ് ഡൊണേഷൻ എങ്കിൽ അതിനെ നമ്മൾ ക്യാപിറ്റൽ റെസീപ്റ്റായി കണക്കാക്കണം. പേരോടുകൂടി ഡൊണേഷൻ തരികയാണെങ്കിൽ അതിനെ ക്യാപിറ്റൽ റെസീപ്റ്റായിട്ട് കണക്കാക്കണം. അതിനെ നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ രേഖപ്പെടുത്തണം. എക്സാമ്പിൾ: ഡൊണേഷൻ ഫോർ ലൈബ്രറി, ഡൊണേഷൻ ഫോർ ബിൽഡിംഗ്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഡൊണേഷൻ എന്നുകൂടി ഇവിടെ ലഭ്യമായിരിക്കും. പേര് കൂടി പറഞ്ഞിരിക്കും. എന്ത് ഉദ്ദേശത്തിന് വേണ്ടിയാണോ ഡൊണേഷൻ എന്നുകൂടി ഇവിടെ പറഞ്ഞിരിക്കും. അങ്ങനെയുള്ള ഡൊണേഷനെ നമ്മൾ സ്പെസിഫിക് ഡൊണേഷൻ എന്നാണ് പറയുക. അവയെ നേരെ നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലാണ് എഴുതുക. അതേസമയം എന്താണ് ജനറൽ ഡൊണേഷൻ? ഒരു പ്രത്യേക ഉദ്ദേശമൊന്നും കൂടാതെ കളക്ട് ചെയ്ത അല്ലെങ്കിൽ ലഭിച്ച ഡൊണേഷനാണ് ജനറൽ ഡൊണേഷൻ. പ്രത്യേക ഉദ്ദേശമൊന്നും കൂടാതെ ലഭിച്ച ഡൊണേഷനെയാണ് നമ്മൾ ജനറൽ ഡൊണേഷൻ എന്ന് പറയുന്നത്. ഈ ജനറൽ ഡൊണേഷനെ നമ്മൾക്ക് റവന്യൂ റെസിപ്റ്റോ അല്ലെങ്കിൽ ക്യാപിറ്റൽ റെസിപ്റ്റോ ആയി കണക്കാക്കാം. ഇതിനെ ജനറൽ ഡൊണേഷനെ റവന്യൂ റെസിപ്റ്റോ ക്യാപിറ്റൽ റെസിപ്റ്റോ ആയി പരിഗണിക്കാം. അത് നമ്മൾ കണക്കാക്കുന്നത് ഈ ജനറൽ ഡൊണേഷൻ്റെ തുകയെ അടിസ്ഥാനമാക്കിയാണ്. ജനറൽ ഡൊണേഷൻ്റെ എമൗണ്ട് വളരെ വലുതാണെങ്കിൽ ഇതിനെ നമ്മൾ ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ട് കണക്കാക്കും. അതിനെ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ നമ്മൾ രേഖപ്പെടുത്തും. അതേസമയം ജനറൽ ഡൊണേഷൻ്റെ എമൗണ്ട് വളരെ കുറവാണെങ്കിൽ അതിനെ റവന്യൂ റെസിപ്റ്റായി നമ്മൾ കണക്കാക്കും. തുടർന്ന് അതിനെ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഇൻകം സൈഡിൽ രേഖപ്പെടുത്തും. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ ഡൊണേഷൻ്റെ കേസിൽ സ്പെസിഫിക് ഡൊണേഷൻ അത് ക്യാപിറ്റൽ റെസിപ്റ്റ്, ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി. ജനറൽ ഡൊണേഷൻ അത് എമൗണ്ട് വലുതാണെങ്കിൽ ക്യാപിറ്റൽ റെസിപ്റ്റ്, ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി. അതേസമയം ജനറൽ ഡൊണേഷൻ്റെ എമൗണ്ട് കുറവാണെങ്കിൽ അത് റവന്യൂ റെസിപ്റ്റ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ക്രെഡിറ്റ്. അടുത്തത് ലെഗസി. എന്താണ് ലെഗസി? ലെഗസി എന്ന് പറഞ്ഞാൽ മരണമടഞ്ഞ ഒരു വ്യക്തിയുടെ വിൽപത്രമനുസരിച്ച് ഒരു ലാഭേച്ഛയില്ലാത്ത സ്ഥാപനത്തിന് ലഭിച്ച തുകയാണ് ലെഗസി. എന്താണ് ലെഗസി? മരണമടഞ്ഞ ഒരു വ്യക്തിയുടെ വിൽപത്രമനുസരിച്ച് ഒരു കച്ചവടേതര സ്ഥാപനത്തിന് അല്ലെങ്കിൽ ലാഭേച്ഛയില്ലാത്ത സ്ഥാപനത്തിന് ലഭിച്ച തുകയാണ് ലെഗസി. ലെഗസിയുടെ എമൗണ്ടിനെയും നമ്മൾക്ക് റവന്യൂ റെസിപ്റ്റോ ക്യാപിറ്റൽ റെസിപ്റ്റോ ആയി കണക്കാക്കാം. അതും ജനറൽ ഡൊണേഷൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് പോലെയാണ് ലെഗസിയുടേതും. അവയുടെ തുക വലുതാണോ ചെറുതാണോ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ലെഗസിയെ റവന്യൂ റെസിപ്റ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ റെസിപ്റ്റ് ആയി നമുക്ക് പരിഗണിക്കാം. ലെഗസിയുടെ എമൗണ്ട് വളരെ വലുതാണെങ്കിൽ ഇതിനെ ക്യാപിറ്റൽ റെസിപ്റ്റായി നമ്മൾ കണക്കാക്കണം. അതിനെ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ രേഖപ്പെടുത്തണം. അതേസമയം ലെഗസിയുടെ എമൗണ്ട് കുറവാണെങ്കിൽ ചെറുതാണെങ്കിൽ അതിനെ നമ്മൾ റവന്യൂ റെസിപ്റ്റായി കണക്കാക്കണം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം.
ഓക്കെ, ലെഗസി. ഇപ്പം എന്താണ് ലെഗസി? ലെഗസി എന്ന് പറയുന്നത് മരണമടഞ്ഞ വ്യക്തിയുടെ വിൽപത്രമനുസരിച്ച് ലഭിച്ച തുക. ഇത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. എങ്ങനെയാണെങ്കിൽ ലെഗസിയുടെ എമൗണ്ട് വലുതാണെങ്കിൽ ക്യാപിറ്റൽ റെസിപ്റ്റ്, ലെഗസിയുടെ എമൗണ്ട് ചെറുതാണെങ്കിൽ ഇതിനെ റവന്യൂ റെസിപ്റ്റ് ആയി നമ്മൾ കണക്കാക്കണം. അടുത്തത് ഗ്രാൻഡ്. റൂട്ടൈൻ എക്സ്പെൻസേഴ്സ് അല്ലെങ്കിൽ ദൈനംദിന ദിവസേനയുള്ള ചെലവുകൾക്ക് വേണ്ടി ഗവൺമെൻറ്റിൽ നിന്നും ലഭിച്ച തുകയാണ് ഗ്രാൻഡ് അല്ലെങ്കിൽ സഹായധനം. ഗ്രാൻഡ് ദൈനംദിന ചെലവുകൾക്ക് വേണ്ടി ഗവൺമെൻറ്റിൽ നിന്നും ലഭിച്ച തുകയാണ് ഗ്രാൻഡ്. പ്രത്യേക ഉദ്ദേശങ്ങൾക്ക് വേണ്ടി ഉള്ള ഗ്രാൻഡിനെ നമ്മൾ സ്പെസിഫിക് ഗ്രാൻഡ് എന്നാണ് പറയുക. അങ്ങനെ പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയുള്ള ഗ്രാൻഡിനെ നമ്മൾ ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ടാണ് പരിഗണിക്കുക. ക്യാപിറ്റൽ റെസിപ്റ്റ് ആണെങ്കിൽ എവിടെ നമ്മൾ എഴുതുക? ക്യാപിറ്റൽ റെസിപ്റ്റ് രേഖപ്പെടുത്തുന്നത് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലാണ്. ഇവിടെ സ്പെസിഫിക് ഡൊണേഷൻ്റെ പോലെ തന്നെ എന്ത് ഉദ്ദേശത്തിന് വേണ്ടിയാണോ ഗ്രാൻഡ് എന്ന് ആ ഉദ്ദേശം കൂടി ഈ ഗ്രാൻഡിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ഉദാഹരണം, ഗ്രാൻഡ് ഫോർ ലൈബ്രറി ബുക്സ്. അപ്പോൾ ആ ഉദ്ദേശമുണ്ട്. അങ്ങനെ പ്രത്യേക ഉദ്ദേശത്തോടു കൂടി നമുക്ക് ഗവൺമെൻറ്റിൽ നിന്നും ലഭിച്ച ഗ്രാൻഡിനെ സ്പെസിഫിക് ഗ്രാൻഡ് എന്നാണ് വിളിക്കുക. ഇതിനെ ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. ഇതിനെ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ രേഖപ്പെടുത്തും. എന്നാൽ പൊതു ഉദ്ദേശത്തോടുകൂടി അല്ലെങ്കിൽ പ്രത്യേക ഉദ്ദേശമൊന്നും കൂടാതെ നമ്മൾക്ക് ലഭിക്കുന്ന ഗ്രാൻഡിനെ റവന്യൂ റെസിപ്റ്റ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. അതിനെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ഗ്രാൻഡ് ഗവൺമെൻറ്റിൽ നിന്നും ലഭിച്ച തുക, ദൈനംദിന ചെലവുകൾക്ക് വേണ്ടി ഗവൺമെൻറ്റിൽ നിന്നും ലഭിച്ച തുക. പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയുള്ള ഗ്രാൻഡിനെ നമ്മൾ ക്യാപിറ്റൽ റെസിപ്റ്റ് ആയി പരിഗണിക്കുന്നു. അതിനെ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ എഴുതുന്നു. അതേസമയം ഉദ്ദേശമൊന്നും കൂടാതെ ലഭിച്ച ഗ്രാൻഡിനെ നമ്മൾ ജനറൽ ഗ്രാൻഡ് എന്ന് വിളിക്കുന്നു. ഇതിനെ നമ്മൾ റവന്യൂ റെസിപ്റ്റ് ആയി പരിഗണിക്കുന്നു. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നു. അടുത്തത് ലൈഫ് മെമ്പർഷിപ്പ് ഫീ. ലൈഫ് മെമ്പർഷിപ്പ് ഫീ എന്താണ്? ആജീവനാന്ത അംഗത്വ ഫീസ് എന്നാൽ എന്താണ്? വർഷം തോറും അല്ലെങ്കിൽ മാസം തോറുമുള്ള സബ്സ്ക്രിപ്ഷൻ, സ്ഥിരമായ സബ്സ്ക്രിപ്ഷൻ നൽകുന്നതിന് പകരമായി ഒരു മെമ്പർ നൽകുന്ന ആകെ തുകയാണ് അല്ലെങ്കിൽ മൊത്തം തുകയാണ് ലൈഫ് മെമ്പർഷിപ്പ് ഫീ. മാസം തോറുമുള്ള അല്ലെങ്കിൽ വർഷം തോറുമുള്ള തുടർച്ചയായ സബ്സ്ക്രിപ്ഷൻ നൽകുന്നതിന് പകരമായി, സ്ഥിരമായി സബ്സ്ക്രിപ്ഷൻ നൽകുന്നതിന് പകരമായി മെമ്പർ നൽകിയ മൊത്തം തുകയാണ് ലൈഫ് മെമ്പർഷിപ്പ് ഫീ. ഇതിനെ നമ്മൾ ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. ഇത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. അതുകൊണ്ട് ആവർത്തന സ്വഭാവമില്ലാത്തതാണ് ഇത്. അതുകൊണ്ട് ഇതിനെ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ രേഖപ്പെടുത്തണം. ലൈഫ് മെമ്പർഷിപ്പ് ഫീ സ്ഥിരമായ സബ്സ്ക്രിപ്ഷൻ നൽകുന്നതിന് പകരമായി മെമ്പർ നൽകിയ മൊത്തം തുകയാണ് ലൈഫ് മെമ്പർഷിപ്പ് ഫീ. ഇതിനെ നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നു? ക്യാപിറ്റൽ റെസിപ്റ്റ് ആയി കണക്കാക്കുന്നു. ഇതിനെ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ രേഖപ്പെടുത്തുന്നു. അടുത്തത് സെയിൽ ഓഫ് ഓൾഡ് അസെറ്റ്സ്. അസറ്റിൻ്റെ പഴയ ആസ്തികളുടെ വിൽപ്പന. പഴയ ആസ്തികളുടെ വിൽപ്പനയിൽ നിന്നും ലഭിച്ച തുകയെ നമ്മൾ ക്യാപിറ്റൽ റെസിപ്റ്റായി കണക്കാക്കണം. അസറ്റ് വിറ്റാൽ കിട്ടുന്ന തുകയെ ക്യാപിറ്റൽ റെസിപ്റ്റായി നമ്മൾ കണക്കാക്കണം. ഈ ക്യാപിറ്റൽ റെസിപ്റ്റ് എന്താണ് ചെയ്യേണ്ടത്? ഇതിനെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ ബന്ധപ്പെട്ട അസറ്റിൽ നിന്നും അതിൻ്റെ വിൽപ്പന വില കുറയ്ക്കണം. ആസ്തിയുടെ വിൽപ്പന വില എന്താ ചെയ്യേണ്ടത്? ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ ബന്ധപ്പെട്ട അസറ്റിൽ നിന്നും വിറ്റ വില കുറയ്ക്കണം. ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ അസറ്റിൻ്റെ വിലയിൽ നിന്നും ആ അസറ്റിൻ്റെ വിറ്റ വില കുറയ്ക്കണം. കുറയ്ക്കുമ്പോൾ സ്വാഭാവികമായും ഒന്നുകിൽ ലാഭമോ നഷ്ടമോ ഉണ്ടായിരിക്കാം. അത്തരം
ലാഭമല്ലെങ്കിൽ നഷ്ടം, അല്ലെങ്കിൽ ഈ അസറ്റിൻ്റെ വിൽപ്പനയിന്മേലുള്ള ലാഭമല്ലെങ്കിൽ നഷ്ടം നമ്മൾ റവന്യൂ ആയി പരിഗണിക്കണം. അസറ്റിൻ്റെ വിൽപ്പനയിന്മേലുള്ള ലാഭമല്ലെങ്കിൽ നഷ്ടം റവന്യൂ ആയി പരിഗണിക്കണം. അസറ്റിൻ്റെ വിൽപ്പനയിന്മേലുള്ള ലാഭത്തെ നമ്മൾ റവന്യൂ റെസിപ്റ്റായി പരിഗണിക്കുന്നു. അതുകൊണ്ട് അതിനെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അസറ്റിൻ്റെ വിൽപ്പനയിന്മേലുള്ള ലാഭം നമ്മളെ സംബന്ധിച്ച് നേട്ടമായതുകൊണ്ട് അതിനെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം. അതേസമയം അസറ്റിൻ്റെ വിൽപ്പനയിന്മേലുള്ള നഷ്ടം അതിനെ നമ്മൾ റവന്യൂ എക്സ്പെൻസായി പരിഗണിക്കണം. സ്വാഭാവികമായും അസറ്റിൻ്റെ വിൽപ്പനയിന്മേലുള്ള നഷ്ടത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. എന്താ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്? സെയിൽ ഓഫ് ഓൾഡ് അസറ്റ്സ്, ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ നിന്നും ബന്ധപ്പെട്ട അസറ്റിൽ നിന്നും അതിൻ്റെ വിൽപ്പന വില കുറയ്ക്കണം. ആ അസറ്റിൻ്റെ വിൽപ്പന വില കുറച്ചാൽ ചിലപ്പോൾ ലാഭമോ നഷ്ടമോ ഉണ്ടാവാം. അത്തരം വിൽപ്പനയിന്മേൽ ഉണ്ടാകുന്ന ലാഭം അല്ലെങ്കിൽ നഷ്ടം റവന്യൂ ഇനമായി പരിഗണിക്കണം. പ്രോഫിറ്റ്, അസറ്റിൻ്റെ വിൽപ്പനയിന്മേലുള്ള ലാഭത്തെ റവന്യൂ ഇൻകമായി നമ്മൾ കണക്കാക്കണം. അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. അതേസമയം അസറ്റിൻ്റെ വിൽപ്പനയിന്മേലുള്ള നഷ്ടത്തെ റവന്യൂ എക്സ്പെൻസായി പരിഗണിക്കണം. അതിനെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ, സ്ക്രാപ്പ്, ഗ്രാസ്, സ്പോർട്സ് മെറ്റീരിയൽ എക്സെട്ര. പഴയ ന്യൂസ് പേപ്പർ, അതുപോലെ തന്നെ മാഗസിൻ, സ്ക്രാപ്പ്, അതായത് ലൈഫ് പീരീഡ് കഴിഞ്ഞ ആസ്തികളെയാണ് സ്ക്രാപ്പ് എന്ന് വിളിക്കുക. അതുപോലെ തന്നെ ഗ്രാസ്, സ്പോർട്സ് മെറ്റീരിയൽ, അങ്ങനെയുള്ള ഇനങ്ങളുടെ വിൽപ്പന. സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ, സ്ക്രാപ്പ്, ഗ്രാസ്, സ്പോർട്സ് മെറ്റീരിയൽ എക്സെട്ര. പഴയ ന്യൂസ് പേപ്പർ, അതുപോലെ തന്നെ ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ, സ്പോർട്സ് മെറ്റീരിയൽസ്, ഇത്തരത്തിലുള്ള ഇനങ്ങളുടെ വിൽപ്പനയിന്മേൽ ലഭിക്കുന്ന തുകയെ നമ്മൾ റവന്യൂ ഇൻകമായി കണക്കാക്കണം, റവന്യൂ റെസിപ്റ്റായി കണക്കാക്കണം. അതുകൊണ്ട് ഇത്തരം ഇനങ്ങളുടെ വിൽപ്പനയിന്മേൽ ലഭിക്കുന്ന തുകയെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. എന്താണ്? പഴയ ന്യൂസ് പേപ്പർ, അതുപോലെ തന്നെ ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ, അതുപോലെ തന്നെ ലൈഫ് പീരീഡ് കഴിഞ്ഞ ആസ്തികൾ, അതിനെ നമ്മൾ ആക്രി എന്ന് വിളിക്കുക. അതുപോലെ തന്നെ ഗ്രാസ്, ഗ്രൗണ്ടിലൊക്കെ ഉണ്ടാകുന്ന പുല്ല്, അതുപോലെ തന്നെ സ്പോർട്സ് മെറ്റീരിയൽ, ബാറ്റ്, ബോള്, ഇങ്ങനെയൊക്കെ ഉള്ളത്, അവയുടെ വിൽപ്പനയാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഇത്തരം ഇനങ്ങളുടെ വിൽപ്പനയെ നമ്മൾ എന്തായി കണക്കാക്കണം? റവന്യൂ റെസിപ്റ്റായി കണക്കാക്കണം. ഇതിനെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. എക്സ്പെൻഡിച്ചർ സ്റ്റോക്ക് ഐറ്റം. എന്താണ് എക്സ്പെൻഡിച്ചർ സ്റ്റോക്ക് ഐറ്റം? സ്റ്റേഷനറി, സ്പോർട്സ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ബാറ്റ്, ബോള്, ഇതുപോലെയുള്ള സ്പോർട്സ് മെറ്റീരിയൽ, ഇതുപോലുള്ള ഇനങ്ങളെയാണ് നമ്മൾ എക്സ്പെൻഡിച്ചർ സ്റ്റോക്ക് ഐറ്റം എന്ന് പറയുന്നത്. സ്റ്റേഷനറി, സ്പോർട്സ് ഐറ്റംസ് പോലെയുള്ള ഇനങ്ങളെയാണ് എക്സ്പെൻഡിച്ചർ സ്റ്റോക്ക് ഐറ്റം എന്ന് പറയുന്നത്. ഉപയോഗിക്കാതെ കിടക്കുന്ന ഇത്തരത്തിലുള്ള ഇനങ്ങളുടെ വിലകൾ നമ്മൾ അതിനുവേണ്ടി ചെലവഴിച്ച മൊത്തം തുകയിൽ നിന്നും കുറയ്ക്കണം. ഒരു വർഷത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമ്മൾ തയ്യാറാക്കുമ്പോൾ, സർപ്ലസ് ഓർ ഡെഫിസിറ്റ് കാണാൻ വേണ്ടി സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുമ്പോൾ, എക്സ്പെൻഡിച്ചർ സ്റ്റോക്ക് ഐറ്റത്തിൻ്റെ വില, അതായത് ഉപയോഗിക്കാതെ കിടക്കുന്ന എക്സ്പെൻഡിച്ചർ സ്റ്റോക്ക് ഐറ്റങ്ങളുടെ വില എവിടെ നിന്ന് കുറയ്ക്കണം? ഇതിനു വേണ്ടി ചെലവഴിച്ച മൊത്തം തുകയിൽ നിന്ന് കുറയ്ക്കണം. 1000 രൂപയ്ക്ക് സ്റ്റേഷനറി വാങ്ങി, ഉപയോഗിക്കാത്തത് എത്ര? 200 രൂപ. അങ്ങനെയാണെങ്കിൽ ഈ വർഷം ഉപയോഗിച്ചത് എത്ര? 1000 മൈനസ് 200. അപ്പം എത്ര ഉപയോഗിച്ചു? 800 ഉപയോഗിച്ചു. ഓക്കെ, ഇവിടെ പറയുന്ന പോയിന്റ് ഇതാണ്. എന്താണ്? ഉപയോഗിക്കാതെ സ്ഥിതി ചെയ്യുന്ന എക്സ്പെൻഡിച്ചർ സ്റ്റോക്ക് ഐറ്റങ്ങളുടെ വിലകൾ അതിൻ്റെ മൊത്തം
മൊത്തം വിലയിൽ നിന്നും ഇതിനു വേണ്ടി ചെലവഴിച്ച മൊത്തം തുകയിൽ നിന്നും കുറയ്ക്കണം. ഉപയോഗിക്കാത്ത ഇനങ്ങളുടെ തുക നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ എഴുതണം. അതേസമയം ഉപയോഗിച്ച യഥാർത്ഥത്തിൽ പ്രവർത്തന വർഷത്തിൽ ഉപയോഗിച്ച എക്സ്പെൻഡിച്ചർ സ്റ്റോക്ക് ഐറ്റത്തിൻ്റെ തുക ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ഉദാഹരണം, 10,000 രൂപയ്ക്ക് സ്റ്റേഷനറി ഈ വർഷം വാങ്ങി. ഓക്കെ, അതിൽ 200 രൂപയുടേത് ഈ വർഷം അവസാനം ഉപയോഗിക്കാതെ കിടക്കുന്നു. അങ്ങനെയാണെങ്കിൽ എത്രയാണ് ഉപയോഗിച്ചത്? വാങ്ങിയത് എത്ര? യഥാർത്ഥത്തിൽ ഇതിനു വേണ്ടി ചെലവഴിച്ച സംഖ്യ 1000. ഉപയോഗിക്കാത്തത് എത്ര? 200. അങ്ങനെയാണെങ്കിൽ 1000-ൽ നിന്ന് 200 പോയാൽ എത്ര? 800. 800 ആണ് ഈ പ്രവർത്തന വർഷത്തിൽ, നടപ്പ് വർഷത്തിൽ ഉപയോഗിച്ച സ്റ്റേഷനറിയുടെ വില. അതുകൊണ്ട് ഈ 800 രൂപ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതും. അതേസമയം 200 രൂപ ഉപയോഗിക്കാതെ കിടക്കുന്നതാണ് സ്റ്റേഷനറി ഐറ്റം എന്ന് പറയുന്നത്. അത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ നമ്മൾ എഴുതും.